ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു മോരുകറിയാണ്. അതിൽ തൈറ്റാൻ നോക്കിക്കേ, വെണ്ടയ്ക്ക വെച്ചൊരു മോരുകറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉണ്ടാക്കി നോക്കിക്കോട്ടെ, അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. വെണ്ടയ്ക്ക വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ഫസ്റ്റ് നോക്കുന്നത് മോരുകറി ഉണ്ടാക്കാമല്ലോ എന്നാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് വെണ്ടയ്ക്കേനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വിധമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ നോർമൽ മോരുകറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ചുവന്ന മുളക്, നമ്മുടെ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള, വലിയ സവാളയുടെ ഒരു പകുതി സവാളയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആവുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ആക്കി വെച്ചില്ലേ, ആ വെണ്ടയ്ക്കേനെ നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ടും കൂടി ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നന്നായി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുവിധം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ജസ്റ്റ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന്, ഇനി ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മുളക് പൊടി ചേർക്കാതിരുന്നാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പിടി തേങ്ങയും ജീരകവും കുരുമുളകും അത്രയും കൂടിയിട്ട് തൈരും കൂട്ടിയാണ് പിന്നെ ഞാൻ അരച്ചത്. തൈരും കൂട്ടി നന്നായി അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക. ഞാൻ ആദ്യം ചേർത്തിരുന്നു, ഇപ്പോൾ മതിയാവാതെ കുറച്ചുകൂടി ചേർത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ നോർമൽ മോരുകറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഓഫാക്കി വെക്കാം കേട്ടോ. ഇതെന്താ വെണ്ടയ്ക്ക് വെച്ച് മോരുകറി ഉണ്ടാക്കണേ എന്നൊന്നും ആലോചിക്കേണ്ട കേട്ടോ. അടിപൊളി കറിയാണ്, വേഗം ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ബൈ ബൈ.